വളരെ നിശബ്ദമായിട്ട് വളരുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്കുണ്ടാവുന്ന പീഡനത്തെക്കുറിച്ചൊക്കെ ബാലാവകാശ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് രക്ഷ നേടാൻ വേണ്ടി പോകാനുള്ള സ്ഥലമുണ്ട്. പക്ഷേ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്കുള്ള പീഡനം വളരെ നിശബ്ദമായി വളരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് ഗാർഹിക പീഡനം, ഗൃഹപീഡനം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് മാതാപിതാക്കളെ അല്ലെങ്കിൽ ഭാര്യമാരെ, ഭർത്താക്കന്മാർ മാതാപിതാക്കൾ മക്കളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണ്. എന്നാൽ സമൂഹത്തിൽ ഏറെ സംസാരിക്കപ്പെടാത്ത, വളരെ വിരളമായിട്ട് മാത്രം, വളരെ പ്രൈവറ്റായിട്ട് മാത്രം പറയുന്ന, വളരെ കുറച്ച് മാത്രം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള, പഠിക്കേണ്ടുന്ന, അവഗണിക്കപ്പെട്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. മക്കൾ മാതാപിതാക്കളെ പീഡിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നടക്കുന്നുണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും ഇത് വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിപ്പോവുകയാണ്. പുറത്ത് പറയാൻ പറ്റില്ല. കാരണം മക്കൾ അച്ഛനെയും അമ്മയെയും പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ജനങ്ങൾ പറയുക നിങ്ങളെ കൊള്ളാത്തതുകൊണ്ടാണെന്നാണ്, മക്കളെ വളർത്താൻ അറിയാത്തതുകൊണ്ടാണെന്ന് പറയാം. മാതാപിതൃ പീഡനം എന്നത് മാതാപിതാക്കളോട് കാണിക്കുന്നത് മാനസികമായ, ഇമോഷണലായിട്ടുള്ള, വെർബലായിട്ടുള്ള, വാചികമായിട്ടുള്ളത്, ഫിസിക്കലായിട്ടുള്ള, ശാരീരികമായിട്ടുള്ളത്, ഫിനാൻഷ്യലായിട്ടുള്ള, സാമ്പത്തികമായിട്ടുള്ള പരാക്രമങ്ങളുടെ, പെരുമാറ്റങ്ങളുടെ, വലിയ പീഡനങ്ങളുടെ കഥകൾ നമുക്കറിയാം. പക്ഷെ സാധാരണഗതിയിൽ ചിലപ്പോൾ കൗമാരപ്രായത്തിലും യുവപ്രായത്തിലും ചിലപ്പോൾ വിവാഹത്തിന് ശേഷവും ഒക്കെ ഇത് നടക്കുന്നുണ്ടാവും. പക്ഷേ ഈ മാതാപിതാക്കളെ പീഡിപ്പിക്കുന്നവരൊക്കെ കുറേ പ്രായം കഴിയുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് തോന്നുന്ന കുറേ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ പലപ്പോഴും നമ്മളോട് കഥ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കഥകളുമുണ്ട്. അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ള കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള കഥകളുമുണ്ട്. പല മാതാപിതാക്കളും ലജ്ജയാലും ഭയത്താലും നമ്മളാണ് തെറ്റുകാർ എന്ന് സ്വയം പറഞ്ഞ് കുറ്റബോധത്തെ വല്ലാതെ അടക്കിപ്പിടിച്ച് ആരോടും ഷെയർ ചെയ്യാതെ, മിണ്ടാതെ സഹിക്കുന്നവരും കുറേ പേരുണ്ടാവും. ഈ പീഡനത്തിൻ്റെ മാനസികമായ തലം എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തലാണ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ ഉടനെ ആത്മഹത്യ ചെയ്യുമെന്ന് പറയും. അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എവിടെയെങ്കിലും കേട്ടാൽ അച്ഛനും അമ്മയാണല്ലോ കുറ്റം പറയുക. മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും അമ്മയെ, പിതാമഹന്മാരെയൊക്കെ കുറ്റപ്പെടുത്തുക, പൊതുസ്ഥലങ്ങളിൽ അപമാനിക്കുക, നിങ്ങളുടെ സ്റ്റാൻഡേർഡ് പോരാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താതിരിക്കുക. നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, മക്കൾ അച്ഛനെയും അമ്മയെയും പരിചയപ്പെടുത്താൻ പോലും പഠിക്കുന്നത്. അത് വളരെ സ്വാഭാവികമായിട്ട് ദൈനംദിന ജീവിതത്തിൽ കാണുന്നതാണ്. ഒരു സൈലന്റ് ട്രീറ്റ്മെൻറ്റ് ആണ് ഇത്. കാണാനാവാത്ത മുറിവുകൾ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. പിന്നെ ചെറിയ കുട്ടികൾ മുതൽ, നമ്മളിപ്പോൾ ചെറിയ കുട്ടി നമ്മൾ സ്ഥിരമായിട്ട് കാണും, അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അടുത്തുണ്ടാവും. കുട്ടിയെ എടുക്കുന്ന സമയത്ത് കുട്ടി എന്നൊന്ന് കരയും. ഈ കുവി കരയുന്നത് എന്ന് പറയുന്നത് അച്ഛനോടും അമ്മയോടുള്ള പ്രതിഷേധമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം മനസ്സിലാക്കാതെയാണ് ആ ചെറിയ കുട്ടി കരയുന്നത്. അത് ഒരു വെർബൽ പീഡനമായിട്ട് കാണണം. അധിക്ഷേപ വാക്കുകൾ പറയുന്നത്, എവിടുന്നൊക്കെയോ പഠിച്ചിട്ടുള്ള വാക്കുകൾ അച്ഛൻ്റെയും അമ്മയുടെയും നേരെ ഉപയോഗിക്കുന്ന എത്രയോ പേരുണ്ട്. ശപിക്കുന്നവരുണ്ട്. ഞാൻ ചീത്തയായിട്ട് മാറും, കുറ്റം അച്ഛൻ്റെയും അമ്മയുടെയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിക്കുന്നവർ, അച്ഛൻ്റെയും അമ്മയുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അടുത്തൊക്കെ വല്ലാണ്ട് പെരുമാറി നിരന്തരം കുറ്റം പറയുന്ന, അവരെ ഭരിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ. അച്ഛനെയും അമ്മയെയും പ്രായമായി അവരെ അനുസരിച്ചിരുന്ന മക്കളാണ്. പക്ഷെ ഒരു കൗമാരെത്തുമ്പോഴത്തേക്കും തിരിച്ച്, അല്ലെങ്കിൽ അവർക്കൊരു കല്യാണ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ സ്റ്റാൻഡേർഡ് പോരാ എന്ന് തോന്നി കുറ്റപ്പെടുത്തുക, നിരന്തരം കുറ്റം പറയുന്ന, അപമാനകരമായ ഭാഷകൾ ഉപയോഗിക്കുന്ന, ഇത് വാക്കുകൾ ശരീരത്തെക്കാൾ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന സംഭവങ്ങളാണ്. ശാരീരികമായ പീഡനം, തള്ളുക, അടിക്കുക, സാധനങ്ങൾ എറിയുക, വീട്ടുപകരണങ്ങൾ തകർക്കുക, അച്ഛനമ്മയ്ക്ക് നഷ്ടം വരുത്തുന്ന സംഭവങ്ങൾ, സ്വന്തം മക്കളെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരെ
വിഷമിപ്പിക്കാവുന്ന തരത്തിൽ ചെയ്യും. ഇപ്പം മൂത്ത കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയെ ഉപദ്രവിക്കുന്നത്, ആ മൂത്ത കുട്ടി അച്ഛനോടും അമ്മയോടുള്ള ദേഷ്യം കുട്ടികളിൽ കാണിക്കുന്നതാണ്. സാമ്പത്തികമായ പീഡനമാണ് ഇതിനേക്കാളും കൂടുതൽ. പണം ബലമായി ആവശ്യപ്പെടും, തന്നില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭയപ്പെടുത്തും, നിങ്ങളെപ്പറ്റി കുറ്റം പറയുമെന്ന് പറയും. വീട്ടിലിരിക്കുന്ന വിലപ്പെട്ട വസ്തുക്കൾ മോഷ്ടിച്ചിട്ട് കൊണ്ടുവിറ്റിട്ടുള്ള കഥകൾ, അതും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ, വളരെ ഫേമസ് ആയിട്ടുള്ള, പല ആൾക്കാർക്കും സമാധാനം കൊടുത്തുകൊണ്ടിരുന്ന ഒരു അമ്മ സ്വന്തം മകള് കാമുകന് വേണ്ടിയിട്ട് അമ്മയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുകൊടുത്ത് അവസാനം കള്ളനെ പോലീസ് പിടിച്ചപ്പോൾ വീട്ടിൽ വന്ന് ഇത് നിങ്ങളുടേതാണോ എന്ന് ചോദിക്കുമ്പോഴാണ് അമ്മ അറിയുന്നത് പോലും. വളരെ ധനിക കുടുംബത്തിൽ നിന്ന് വളരെ താണ കുടുംബത്തിൽ അടക്കം സാമ്പത്തിക പീഡനങ്ങളുടെ ലെവലുകളും ഫ്ലെയറും അതിൻ്റെ ഫെയറും സാമ്പത്തിക ബാധ്യതയും വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വിലപ്പെട്ട വസ്തുക്കൾ മോഷ്ടിക്കുക എന്നുള്ളത്, പിന്നെ ആവശ്യപ്പെടുക, ലക്ഷറി ആവശ്യപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ മിനിമം സാധനങ്ങൾ ഇതൊന്നും പോരാ, ഇതിനേക്കാളും കവിഞ്ഞത് വേണം, അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഈ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുമ്പോൾ മക്കൾ അവരുടെ ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്ത് അത് വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്നത് അച്ഛൻ്റെയും അമ്മയും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എത്ര മക്കളുണ്ടെന്നറിയോ? മദ്യവും മയക്കുമരുന്നും ഒക്കെ അതിലൊക്കെ അടിമപ്പെട്ട് ബന്ധപ്പെട്ട് പീഡനങ്ങൾ വീട്ടിൽ നടത്തുന്ന, നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും, കോപം വർദ്ധിപ്പിക്കും, അക്രമ സ്വഭാവം കൂട്ടും, കുറ്റകൃത്യങ്ങൾ ഉണ്ടാവും. ഇതൊന്നും അറിയില്ല. എന്നിട്ട് ആരെ ഉപദ്രവിക്കുക? ആദ്യം ഉപദ്രവിക്കുന്നത് മാതാപിതാക്കളെയാണ്. ഇതിനുള്ള കാരണങ്ങൾ, ഒറ്റ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ലഘൂകരിക്കാൻ സാധിക്കൊന്നുമില്ല. സാധാരണ പ്രശ്നങ്ങളാണ്. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. ഒന്ന് ആങ്കർ, ഒന്ന് ബാക്കിയുള്ളവരായിട്ടുള്ള കമ്പാരിസൺ. ലോകം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. നമ്മൾ പഴയ കഥകൾ ഞാൻ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇപ്പോൾ കേൾക്കേണ്ട കാര്യമില്ല, അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. അച്ഛൻ ചെരുപ്പിട്ട് നടന്നിട്ടില്ല പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ ചെരുപ്പ് പോരാന്ന് പറയുന്ന അത്രയും മക്കളുണ്ട്. ഈ അതിരുകളില്ലാതെ നമ്മൾ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി എല്ലാം കൊടുക്കുകയും ചെയ്യുന്ന ഏറ്റവും പാവപ്പെട്ട, ഏറ്റവും പണക്കാരായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള തരത്തിൽപ്പെട്ടിട്ടുള്ള മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഈ വ്യഥകൾ ഒരു വലിയ ശിക്ഷയാണ്. അധിക സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, കുടുംബ കലഹങ്ങൾ, മാനസികാരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ലഹരി ഉപയോഗം, തെറ്റായ കൂട്ടുകെട്ടുകൾ. മെൻ ആർ ക്രൂവൽ ബട്ട് ദ മാൻ ഈസ് കൈൻഡ് എന്ന് പറയാറുണ്ട്. സിമിലർ ബേർഡ്സ് വിൽ ഫ്ലൈ ഓൾ ടുഗദർ. ഒരേ തരത്തിൽ ഇത്തരം അസഹിഷ്ണുത കാണിക്കുന്നവർ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ സ്ഥിതിയും അത് തന്നെയാണ്, ഞാൻ ഇന്നതൊക്കെയാണ് ചെയ്തത്, അത് കോപ്പി ചെയ്ത് വീട്ടിൽ വന്നിട്ട് അച്ഛനോടും അമ്മയോടും അത് ചെയ്യും. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, നമ്മൾ കാണുന്ന സീരിയലുകളിലൊക്കെ കാണുന്നത് ഇത്തരം അച്ഛനോടും അമ്മയോടും ക്രൂരത കാണിക്കുന്ന മക്കളുടെ കഥകൾ. ഇത് ഒരു ഗിൽട്ട് പാരൻറ്റിങ്, കുറ്റബോധത്തോടെ മക്കളെ വളർത്തുന്ന അച്ഛനെയും അമ്മയെയും നമ്മൾ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് സ്ഥിരമായ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളെ കൗൺസിലിങ്ങിന് അയക്കണം, മെൻറ്ററിങ്ങിന് അയക്കണം, ജീവിതം പഠിപ്പിക്കണം. എൻ്റെ ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 3 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും എൻ്റെ അച്ഛനാണ് അമ്മയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ആളെന്ന്. കുറച്ച് പ്രായം കൂടി വരുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ് ഏറ്റവും വലിയ ആൾക്കാരെന്ന് പറയും. അതിനിടയിലുള്ള LKG UKG പ്രായത്തിലൊക്കെ ചിലപ്പോൾ ടീച്ചർമാർ ഇഷ്ടപ്പെട്ടു പോലും. പക്ഷേ അമ്മയെയും അച്ഛനെയും ഇഷ്ടപ്പെടുന്നത് അവനവൻ ഒരു അച്ഛനും അമ്മയുമൊക്കെ ആയി മക്കളെ വളർത്താൻ കഷ്ടപ്പെടുമ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിരുന്നല്ലോ എന്ന് ഓർത്തിട്ടെങ്കിലും ചിലരെങ്കിലും അച്ഛനോടും അമ്മയോടും സ്നേഹം കാണിക്കാറുണ്ട്. സാധനം തകർത്തിട്ട് ഒരു കാര്യമില്ല, തിരിച്ചു കിട്ടില്ല. അത് കള്ളം പറയൽ, സ്കൂൾ കോളേജ് ഒഴിവാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾക്ക് പോവുക, മോഷണം, അതിൽ കടന്ന കോപം, ഇതൊക്കെ പിൽക്കാലത്ത് നമ്മളത് വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അത് പറഞ്ഞു തരാൻ, അത് നല്ല സത്സംഗിലൂടെ മക്കളെ വളർത്തിയിട്ടില്ലെങ്കിൽ ഇത്തരം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് ചെറുപ്പത്തിൽ ഒറ്റയ്ക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്നാണ് പറയുക നമ്മൾ. അത് മാതാപിതാക്കൾക്ക് ഉണ്ടാക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള തോന്നലുകൾ പലപ്പോഴും അവരെ ലജ്ജ അല്ലെങ്കിൽ കുറ്റബോധം എന്ന സ്ഥിതിയിലേക്ക് മാറി ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന അച്ഛനെയും അമ്മയെയും അവരുടെ വേദന ബാക്കിയുള്ളവർ കാണില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട്
സങ്കടപ്പെട്ടിരിക്കുന്നവരെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നിയമപരിഗണന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ബാധകമാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ക്രിമിനൽ നിയമം ബാധകം. മാതാപിതാക്കൾക്ക് മെയിൻ്റനൻസും വെൽഫെയറും കൊടുക്കണം എന്ന് സീനിയർ സിറ്റിസൺ ആക്ട് ഉണ്ട് 2007. പക്ഷേ ഇതൊക്കെ എത്ര പേര് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനുള്ള ഒരു പ്രതിവിധി കണ്ടെത്തി കൗൺസിലിംഗ് കൊടുത്ത് അവരെ സഹായിക്കാൻ തരത്തിലുള്ള മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല. പരിഹാര മാർഗങ്ങൾ കുറേയുണ്ട്. വ്യക്തമായ അതിര് നമ്മൾ കൽപ്പിക്കുക, എല്ലാ മക്കൾക്ക് കൊടുക്കാതെ അവനവന് പെർമനൻ്റ് ഇൻകം കിട്ടുന്ന തരത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ്, എക്കണോമിക് സ്റ്റഡി അല്ലെങ്കിൽ ഹോം ഫിനാൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവും. ശാസനയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസവും സന്തുലിതയും സാമ്യവും ഒക്കെ മനസ്സിലാക്കണം. അത് ചെറുപ്പത്തിൽ ചിലപ്പം അച്ഛനും അമ്മയും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ തിരിച്ച് അച്ഛനെയും അമ്മയിലേക്കും തിരിച്ചടിക്കുന്ന കുറേ മക്കളെയും അങ്ങനെ അനുഭവിക്കുന്ന പാരൻസിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കല്ല, ഒരു കുടുംബത്തിന്, സമൂഹത്തിനാണ്. ഇപ്പോൾ വിളിച്ചു തന്നെ അമ്മയുടെ പ്രശ്നം പറഞ്ഞിട്ട് 84 വയസ്സായി, അമ്മയെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സഹിക്കണം, അമ്മ നിങ്ങളെ കുറേ സഹിച്ചിട്ടുണ്ട്, അതിന് മരുന്ന് ആവശ്യമില്ല. അമ്മയെ നോക്കണം, അമ്മക്ക് ഉറക്കില്ല, എന്താ ചെയ്യുക? ബയോകെമിസ്ട്രി മാറുമ്പോൾ ഉറക്കം കുറയും. അത് മക്കൾ സഹിച്ചേ തീരൂ. എത്രയോ രാത്രികൾ ഉറക്കം ഇല്ലാതെ മക്കളെ വളർത്തിയ അമ്മമാരെ നമുക്കറിയാം. ലഹരി ചികിത്സിക്കേണ്ട ആവശ്യം വരുമ്പോൾ അത് ചെയ്യണം. മാതാപിതാക്കൾക്ക് പിന്തുണ കൊടുക്കുന്ന നല്ല ഗ്രൂപ്പ് ഉണ്ടാവണം. സ്നേഹം മാത്രം പോരാ, സംഘടനയും വേണമെന്നാണ്. ശ്രീനാരായണ ഗുരു എന്തുകൊണ്ടാണ് സംഘടിക്കാൻ പറഞ്ഞത്? സംഘടിക്കണം. എന്തുകൊണ്ടാണ് ബുദ്ധൻ സംഘടിക്കണം എന്ന് പറഞ്ഞത്? ബാല്യങ്ങളിൽ ഉത്തരവാദിത്തം കുട്ടികളെ പഠിപ്പിക്കാൻ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് സാധിച്ചതെങ്കിൽ ഒരു സത്സംഗിന് സാധിക്കും. വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കില്ല, സത്സംഗം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. മാന്യമായ ആശയവിനിമയം വേണം, കോപനിയന്ത്രണം വേണം, മാതാപിതാക്കൾ മാതൃകയായി പെരുമാറാൻ സാധിക്കണം. ഈ മാതൃകകളൊക്കെ ഉണ്ടായാലും കയ്യിൽ നിന്ന് വിട്ടുപോകുന്നത് അവരുടെ പീർ ഗ്രൂപ്പ്സ് കൊണ്ടാണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ദുര്യോധനൻ്റെ കഥയും ധർമ്മപുത്രൻ്റെ കഥയൊക്കെ എന്തിനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? പുരാണങ്ങളുടെ ഈ കഥകൾ അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കഠിന സ്വഭാവമുള്ള കുട്ടികൾ ചിലപ്പോൾ കാഠിന്യമില്ലാതെ മാറും, ചിലപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ കാഠിന്യമായിട്ട് മാറും. വളർച്ചയിലുണ്ടാവുന്ന മാറ്റങ്ങൾ അച്ഛനും അമ്മയും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന, ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമായി മാറ്റുന്ന കുറേ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ സിനിമകളിലൊക്കെ നമ്മൾ കാണും. പക്ഷെ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന പലർക്കും അടിപതറി ചിലപ്പോൾ അടി കിട്ടിയിട്ടുണ്ട്. പീഡനം ഏതു ദിശയിലായാലും തെറ്റാണെന്ന് മനസ്സിലാക്കിക്കുന്ന ഒരു സമൂഹം നമുക്കിൽ ഉണ്ടാവണം. ബഹുമാനവും ഇരുവശത്തേക്കും വേണം. മാതാപിതാക്കൾക്ക് മാന്യത വേണം, മക്കൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കണം. കുടുംബങ്ങളിൽ കുടുംബം എന്നാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതാവണം, സുഖമുള്ളതാവണം. ഇത് കണ്ടാൽ മിണ്ടാതിരിക്കരുത്. നമ്മൾ എൻ്റെ പ്രശ്നമല്ലല്ലോ എന്ന് വിചാരിച്ച് തൽക്കാലം ഒഴിവാക്കരുത്. നമ്മുടെ അടുത്ത ബന്ധുക്കളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ അവരെ ശാസിക്കാനും നിയന്ത്രിക്കാനും ഗുണദോഷം ചെയ്യാനും ഒക്കെ സാധിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാനും അത്യാവശ്യമെങ്കിൽ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാനും സാധിക്കണം. മൗനം പ്രശ്നത്തെ സംരക്ഷിക്കുകയുള്ളൂ, സോൾവ് ചെയ്യില്ല. ബോധവൽക്കരണം കുടുംബത്തെ സംരക്ഷിക്കുകയാണ്. സത്സംഗ് സംഭാഷണം ഒക്കെ അത്യാവശ്യമാണ്. നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.